സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ റീറ്റെയിൽ സ്റ്റോഴ്സിൻ്റെ തന്നെ അടുത്തൊരു പാർട്ടായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പാർട്ട് കണ്ടിട്ടില്ലേ, പോയി കാണാം. കാരണം കഴിഞ്ഞ പാർട്ടിൽ നമ്മുടെ കട ഒരുപാട് അപ്ഗ്രേഡേഷൻ നമ്മൾ കടയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി കട വലുതാക്കുകയും പിന്നെ കുറച്ച് എക്സ്ട്രാ ഷെൽഫുകളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഫ്രീസർ കൊടുത്ത് നമ്മുടെ കടയ്ക്ക് പിന്നെ ഒരു ഫ്രിഡ്ജായിട്ട് നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അപ്ഗ്രേഡേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനിയും കുറച്ചുകൂടി മുന്നേക്ക് ഷെൽഫുകളൊക്കെ ഇടണം. പക്ഷേ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ ഇപ്പോൾ അധികം പൈസ ഇല്ല. ഇപ്പോൾ നമ്മൾ നഷ്ടക്കച്ചവടത്തിലാണ്. ഒരു $1800 ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പാർട്ടിലൊക്കെ നമുക്ക് എത്ര $10,000 നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. $10,000 ഇപ്പോൾ $1800 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ കടയിൽ ഇപ്പോൾ സാധനങ്ങളും ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, നമുക്ക് ഇനി സോഡകളൊക്കെ വെക്കാം. ഇനി ഫ്രിഡ്ജിൻ്റെ ആവശ്യം നമ്മുടെ കടയിൽ എന്തായാലും ഉണ്ട്. ഇത് എല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പറ്റുന്ന സാധനങ്ങളൊക്കെ മാക്സിമം നമ്മൾ മേടിക്കുകയാണ്. ഇപ്പോൾ ഒരു $14 കൂടി ബാക്കിയുണ്ട്. നമുക്ക് ഈ ബെരില്ലോ പാസ്ത കൂടി വാങ്ങാം. കറക്റ്റ് $14. ഇതിൻ്റെ ആളി അപ്പം നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ സോയ്സ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ കടയിൽ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം സാധനങ്ങൾ നമ്മൾ എന്തായാലും വാങ്ങി കൂട്ടിയിട്ടുണ്ട്. നമുക്ക് $1800 എത്രത്തോളം ഈ ഒരു വലിയ ഷെൽഫ് തന്നെ അത്യാവശ്യം ഫുള്ള് ഫില്ലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കടയിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ അതിനനുസരിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ഇതിന് ഉള്ളിലേക്ക് കയറ്റി വെക്കാണ്ട്. ഇതുകൂടി നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറ്റി വെക്കാം. ബ്രെഡ് ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല. ബാക്കിയൊക്കെ അമ്മമാർ തന്നെ എടുത്ത് വെച്ചോളൂ. അതുകൊണ്ട് വലിയ സീനില്ല. എന്തൊക്കെയാണ് ഇപ്പോൾ വിറ്റ് പോണത്? ഇതിപ്പോൾ വിറ്റ് പോകാത്ത എന്തൊക്കെയാണ് നോക്കിയിട്ടാണ് നമുക്ക് ഇനി അടുത്ത സാധനങ്ങൾ അതിനനുസരിച്ച് വാങ്ങിക്കണോ വേണ്ടേ തീരുമാനിക്കാൻ. നമുക്ക് ഇതൊക്കെ വാങ്ങണം. എന്താ ഇപ്പോൾ ഇതിൻ്റെ പേര്? ഇതിൻ്റെ പേരെന്താ ആ ചുവപ്പ് പറഞ്ഞ സാധനം നമുക്ക് വാങ്ങണം. അത് നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ ഒരു സാധനം അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ. ഇത് വെറുതെ ഇരിക്കുന്നുണ്ട്. ഇനിയുണ്ട് പെട്ടി പുറത്ത്. ഒരു പെട്ടി വെറുതെ ഇരിക്കുന്നത്. അത് ഇതിൻ്റെ തന്നെ അടുത്താ തോന്നുന്നത്. നോട്ടെ, അതന്നെ ഗമ്മി ബട്ടർഫ്ലൈസ്. ഈ ഗമ്മി ബട്ടർഫ്ലൈസ് 2 പെട്ടി ഇവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. നമുക്കത് വെക്കാനുള്ള ഷെൽഫ് ഇല്ലാതെ തോന്നുന്നുണ്ട്. അതാ തീർച്ചു പോണത്. ഇവിടെ ആള് കാത്തിക്കുണ്ടല്ലോ. അത് ശരി, വെറുതെ ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല. $62. എന്തായാലും തീരാറായാൽ നോക്കട്ടെ പോയിട്ട്. ഈ മുട്ടായി വാങ്ങാം. മറ്റേ സ്ട്രോബെറിയുടെ ആ മുട്ടായി നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. നോക്കാം, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പോയി വാങ്ങാം. എന്തായാലും കഴിഞ്ഞില്ലേ. ഇത് ഓക്കെ. അപ്പോൾ അത് നമ്മൾ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. ഇവരുള്ളതുകൊണ്ടൊരു സീനില്ല. കണ്ടോ, ഓർഡറുണ്ടോ ലൈനായിട്ട്. പട്ടാളക്കാർ പരേഡിന് പോയി വരണ മാതിരിയുണ്ട്. കുഴപ്പമില്ല കേട്ടോ, കച്ചവടമൊക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ടാവും. വലിയ സീനില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ കഴിയാറായി. നമുക്ക് ഇത് വാങ്ങാം. ഡ്രൈ ബേക്കിംഗ് ഉള്ള സാധനങ്ങളൊക്കെ നമുക്കൊരു പെട്ടി വാങ്ങാം. ഒക്കെ തീരാറായിട്ടുണ്ട്. ഇവിടെ ഓക്കെ, സെറ്റ്. അതെല്ലാം ഓരോ പെട്ടി വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ ഫ്രീസറിലൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. നമുക്ക് ഫ്രീസറിലുള്ള വാങ്ങാം തൽക്കാലത്തിന്. കോൾഡ് അല്ല, ഫ്രോസൺ അല്ല, ഫ്രീസർ. ഓക്കെ, ഇതൊന്ന് ചോപ്പഡ് ബീഫ് ഒന്ന്, ചിക്കൻ ഒന്ന്. 4 ഐറ്റം വാങ്ങിച്ചപ്പോഴത്തേക്ക് $300 കഴിഞ്ഞ്. ഇവിടെ ഗ്രീൻ ബീൻസിന് $103. എൻ്റെ അമ്മ, അതിന് മാത്രമൊക്കെ ഉണ്ട്. അത്ര വലിയ സംഭവം അത്. എടുത്ത ചിക്കൻ, ഹോൾ ചിക്കൻ. ചിക്കനോടെ ചിക്കൻ. ഓക്കെ, ചിക്കൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷുഗർ ഒരെണ്ണം ബാക്കിയുണ്ട്. നമുക്കത് ഉള്ളിൽ വെക്കാം. അതായിരിക്കും നല്ലത്. അവിടെ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കണടാ അതിൽ. അടുത്ത പാർട്ട് അതായിക്കോട്ടെ. നമ്മൾ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കലായിക്കോട്ടെ അടുത്ത പാർട്ട്. നമുക്കെന്തായാലും 200 സബ്സ്ക്രൈബേഴ്സ് അടിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും കാണണം. എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. പവറാക്കണം നമുക്ക്. ഡേ എൻ്റെ അതാ ഞാൻ ഡേ എൻ്റെ ചെയ്തു വെറുതെ. ഓക്കെ, $396 പ്രോഫിറ്റാണ്. പക്ഷേ അതിൽ $200 മേലേക്ക് ബില്ലുണ്ട്. ഈ ഒരു കാര്യം ചെയ്യാം. അവിടെ നമ്മുടെ ഇവൻ എത്ര പൈസ നോക്കട്ടെ. ക്യാഷ്യറിന്
അതാ ക്യാഷ് രജിസ്റ്റർ മൊബൈലിന് $849 അതിനിട്ടാ. ഇപ്പം പറഞ്ഞ് $1000 അടിക്കാറായിട്ടാ നമ്മൾ. ഇനിയിപ്പോൾ നമുക്ക് തീരാറായ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ട്. ലേസൊക്കെ ഫുള്ള് കഴിഞ്ഞിരിക്കണ്. ലേസ് മുട്ടായി ആ സെക്ഷൻ ഫുള്ള് കഴിഞ്ഞിരിക്കണ്. ഫുള്ളൊന്ന് പോയി വാങ്ങാം. ഫുള്ള് ഒന്നിച്ച് എവിടെ സ്വീറ്റ് ആൻഡ് സ്നാക്സ് ഇതൊന്ന് ഒന്ന് 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 എല്ലാം നമ്മൾ ഒന്നിച്ച് വാങ്ങണുള്ളൂ. 10 ഐറ്റം വാങ്ങിക്കണ്. 2000 years later. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കച്ചവടത്തിന് ശേഷം നമ്മുടെ കട ഫുള്ള് കാലിയായിട്ടുണ്ട്. ഇന്നത്തെ ഡേ എൻ്റെ ആവെന്ന് പറഞ്ഞിരുന്നതാണ്. ഡേ പോലും എൻ്റെ ആയില്ല. അപ്പോൾ തന്നെ കടയത്തെ സാധനങ്ങൾ ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ശരിയാണ്, നമുക്ക് സ്പീഡ് ഇങ്ങനെ കൂട്ടാൻ പറ്റും എല്ലാത്തിൻ്റെ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് സ്പീഡൊന്ന് കൂട്ടിയതാണ്. അപ്പം തന്നെ കുറേ ആൾക്കാരുണ്ട് വന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് പോയി. എല്ലാം പെട്ടെന്നായിരുന്നു. ഓക്കെ, ഇനി നമുക്കൊരു ക്യാഷ്യറിനുണ്ട് വാങ്ങാം. നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ ഫർണിച്ചർ ആൻഡ് എംപ്ലോയ്മെൻറ്റിൽ ഇവിടെ അതാ ക്യാഷ് രജിസ്റ്റർ മൊബൈൽ നമ്മളൊന്ന് മേടിച്ചിട്ടുണ്ട്. സെറ്റ് വീട്ട്. അതിന് മുമ്പ് നമുക്ക് ഈ ഷെൽഫേ മാറ്റാം. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു ക്യാഷ്യറിനെ കൂടെ നമ്മുടെ കടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെക്കൗട്ട് ഇരിക്കേണ്ട പരിപാടിയും കത്തം. ഇപ്പോൾ കട തുറന്നിട്ട് തന്നെ സാധനങ്ങളില്ല കടയിൽ. അതാണ് വിഷയം. സാധനങ്ങൾ വാങ്ങാം നമുക്ക്. ഫുൾ സാധനം നമുക്കിപ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രോഫിറ്റ്. നമുക്ക് $500 പ്രോഫിറ്റാണ്. ഇത്രയും പൈസ ചിലവാക്കിയിട്ട് നമ്മൾ $800 ഇവനെ മേടിച്ചിരിക്കണ്. ആ $800 നമ്മൾ ചിലവാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് $1000 മേലേക്ക് പ്രോഫിറ്റാണ്. എന്തായാലും നമുക്ക് പ്രോഫിറ്റായി. നമുക്ക് സാധനങ്ങളൊക്കെ ഇനി ഫുള്ള് വാങ്ങാം. ഇപ്പം നമ്മൾ ദരിദ്രവാസിയായി വീണ്ടും. അവിടെ ഡേ ഇവൻ്റ് ആയിട്ടുണ്ട്. ഇത് ഫുള്ള് ഉള്ളിലേക്ക് കയറ്റി വെക്കണ്ടേ? നമുക്ക് എന്തായാലേ ഇത് ഫുള്ള് ഉള്ളിലേക്ക് കയറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഡേ എൻ്റെ ആക്കാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നാളെ ഫുള്ള് ഇതിൻ്റെ പണിയിലാവും. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മളെന്തായാലും ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ ഡേ എൻ്റെ ആക്കാം. അടിപൊളി. $250 മൈനസുമിലാണ് ഇപ്പം നമ്മൾ ഇന്നലെ ഫുള്ള് കുറേ പ്രൊഡക്റ്റുകൾ വാങ്ങിയില്ലേ, അതിൻ്റെ എഫക്റ്റാണ്. കുഴപ്പമില്ല, നമുക്ക് കട തുറക്കാം. നമുക്ക് 6.5 ഇടതിന്. ഓക്കെ, അപ്പോൾ നമ്മളിത് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അത് 250 ആയിരുന്നു. ഇപ്പം എന്തായാലും 29 എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 ക്യാഷേഴ്സ് ഉള്ള കാരണം ഇപ്പോൾ പണിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇവനാണ് പുതിയ ആൾ, ഇവിടെ നിൽക്കുന്ന ആൾ. പക്ഷെ ഇവർ രണ്ടാളും കാണാൻ ഒരേ മാതിരി ഉണ്ടല്ലോ. ഇരട്ട കുട്ടികളാ തോന്നുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് അധികം നേരത്തെ കച്ചവടത്തിന് ശേഷം നമ്മളെന്തായാലും ഏകദേശം 2000 കടയത്തെ സാധനങ്ങളൊന്നും ഇപ്പോഴും ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മളിനി സാധനങ്ങൾ വാങ്ങണില്ല. നമ്മൾ ഫുള്ള് വിറ്റിട്ട് കട കാലിയാക്കിയിട്ട് എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. രൂപ അല്ല, $. അവിടെ നമ്മൾ ഇതിൽ വെക്കണ സാധനങ്ങളൊന്നും ഇപ്പോൾ വാങ്ങിയിട്ടില്ലല്ലേ. ഇപ്രാവശ്യം നമ്മൾ ഇതിൽ വെക്കണമൊന്നും വാങ്ങിയിട്ടില്ല. സെറ്റാക്കണതൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത പാർട്ടാകുമ്പോഴത്തേനും അടുത്ത പാർട്ടിനെ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓഫ് ക്യാമറയിൽ ഞാൻ കട ഫുള്ള് ഫില്ലാക്കുക. സാധനങ്ങളൊക്കെ ഫുള്ള് വാങ്ങിയിട്ട് എല്ലാ കടയിൽ ഒരു ഷെൽഫ് പോലും കാലിയാവാതെ ഫുള്ള് ഫില്ലാക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് അത് ഫുള്ളായിട്ട് വിൽക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം എത്ര $. നമുക്ക് അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ കട എന്തായാലും ഓൾമോസ്റ്റ് അല്ല ഫുള്ള് കാലിയായിട്ടാ കട. ഇനി എന്തെങ്കിലും ഉണ്ടാ? ഓക്കെ, ഇപ്പോൾ എന്തായാലും ഒന്നും ബാക്കിയില്ല. ഫുള്ള് കട നമ്മൾ കാലിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളെന്തായാലും ഇവിടെ വെച്ചു അതിൻ്റെ പേയാണ്. നമ്മൾ അത്യാവശ്യം കുറേ നേരം നമ്മൾ കളിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ക്യാഷ്യറിനെ നമ്മുടെ കടയ്ക്ക് നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇയാൾ. ഇത് നമ്മൾ പഴയ ആളാട്ടോ. നമ്മൾ രണ്ടാളെ കാണാൻ ഒരുപോലൊക്കെ ഉണ്ടെങ്കിലും ഇത് നമ്മൾ പുതിയതായിട്ട് അപ്പോയിൻ്റ് ചെയ്ത ക്യാഷ്യറാണ്. നമ്മൾ $1800 മുതലായിട്ട് തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ ക്യാഷ്യറിനെ അപ്പോയിൻ്റ് ചെയ്ത് അപ്പോൾ അങ്ങനെ ഒരു $800 പോയിട്ടുണ്ട്. അതുകൂടി കൂട്ടുകയാണെങ്കിൽ നമ്മൾ ഏകദേശം $2500 അടുത്ത് നമ്മളെന്തായാലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത്രയുള്ള ഒരു വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് കുറച്ചുകൂടി അടിപൊളിയാക്കണം. ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ നമ്മുടെ കടയിൽ ഉണ്ടാക്കണം. അതായിരിക്കും അടുത്തതിൻ്റെ പാർട്ടായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരുന്നോളി. സോ അടുത്തൊരു കാണുക. ഇറ്റ്സ് മീ ഫിസാൻ ആൻഡ് സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.